B.Ed First Semester Psychology, Childhood and Growing Up. Module 1 Psychology, Education and Emerging Learner. General Psychology. General psychology is the broad field of psychology that focuses on understanding the fundamental principles and theories underlying human behavior and mental processes. It encompasses topics such as cognition, perception, learning, and motivation. General psychology aims to provide a comprehensive understanding of the human mind and behavior and serves as a foundation for more specialized areas of psychology. മനുഷ്യന്റെ പെരുമാറ്റത്തെയും മാനസിക പ്രക്രിയകളെയും വിശദീകരിക്കുന്ന അടിസ്ഥാന തത്വശാസ്ത്രങ്ങളും സിദ്ധാന്തങ്ങളും മനസ്സിലാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മനഃശാസ്ത്രത്തിന്റെ വിശാലമായ മേഖലയാണ് ജനറൽ സൈക്കോളജി. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, നമുക്ക് ചുറ്റും ഉള്ള ലോകത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു, പുതിയ കാര്യങ്ങൾ എങ്ങനെ പഠിക്കുന്നു, എന്താണ് നമ്മെ പ്രചോദിപ്പിക്കുന്നത് എന്നിവ ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നു. മനുഷ്യന്റെ മനസ്സിനെയും പെരുമാറ്റത്തെയും കുറിച്ച് സമഗ്രമായ ധാരണ നൽകുക എന്നതാണ് ജനറൽ സൈക്കോളജിയുടെ ലക്ഷ്യം. മനുഷ്യന്റെ പെരുമാറ്റത്തിന്റെയും മാനസിക പ്രക്രിയകളുടെയും പ്രത്യേക വശങ്ങൾ ആഴത്തിൽ പരിശോധിക്കുന്ന ക്ലിനിക്കൽ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സൈക്കോളജി പോലുള്ള മനഃശാസ്ത്രത്തിന്റെ കൂടുതൽ പ്രത്യേക മേഖലകൾക്കുള്ള അടിത്തറയായി ഇത് പ്രവർത്തിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ പൊതുവായ മനഃശാസ്ത്രം ജനറൽ സൈക്കോളജി എന്നത് ആളുകൾ എന്താണ് ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതും പെരുമാറുന്നതും എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. General psychology presents the basic and fundamental principles of human behavior. It explains how and why of persons' behavior from a scientific viewpoint. മനുഷ്യന്റെ പെരുമാറ്റത്തെ പ്രേരിപ്പിക്കുന്ന മെക്കാനിസങ്ങൾ മനസ്സിലാക്കാൻ അത് അറിവ്, വികാരം, ധാരണ, സാമൂഹിക ഇടപെടലുകൾ എന്നിവയുടെ വിവിധ വശങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. പ്രധാന വിഷയങ്ങളിൽ പഠനം, മെമ്മറി, പ്രചോദനം, വ്യക്തിത്വം, മാനസികാരോഗ്യം എന്നിവ ഉൾപ്പെടുന്നു. ഗവേഷണത്തിലൂടെയും അനുഭവപരമായ പഠനത്തിലൂടെയും മനഃശാസ്ത്രജ്ഞർ മനുഷ്യന്റെ പെരുമാറ്റത്തിന്റെ സങ്കീർണതകൾ വിശദീകരിക്കാൻ സഹായിക്കുന്ന സിദ്ധാന്തങ്ങൾ, തത്വങ്ങൾ എന്നിവ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നു. General psychology. This branch deals with the fundamental rules, principles and theories of psychology in relation to the study of behavior of normal adult human beings. It explains various psychological processes like sensations, perceptions, emotions, learning, intelligence, personality, etc. It explains various psychological processes like sensations, perceptions, emotions, learning, intelligence and personality. ജനറൽ സൈക്കോളജി സാധാരണ പ്രായപൂർത്തിയായ മനുഷ്യരിലെ പെരുമാറ്റങ്ങളെക്കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ മനഃശാസ്ത്രത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ, തത്വങ്ങൾ, സിദ്ധാന്തങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇത് ധാരണ, വികാരങ്ങൾ, പഠനം, ബുദ്ധി, വ്യക്തിത്വം എന്നിങ്ങനെ വൈവിധ്യമാർന്ന മനഃശാസ്ത്ര പ്രക്രിയകളെ ഇത് ഉൾക്കൊള്ളുന്നു. വ്യക്തികൾ എങ്ങനെ അറിവ് നേടുന്നു, വൈജ്ഞാനിക കഴിവുകൾ വികസിപ്പിക്കുന്നു, സാമൂഹിക ബന്ധങ്ങൾ രൂപപ്പെടുത്തുന്നു, അവരുടെ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടുന്നതിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകാൻ ഈ മനഃശാസ്ത്ര ശാഖ ലക്ഷ്യമിടുന്നു. Introduction to psychology. Meaning, historical background of psychology. The word psychology is derived from the Greek word psycho and logos. Psycho means soul and logos means science. The science of soul. It is scientific because it is systematic study of observable events, behavior, and behavior is unlearned process where is include reflexes, psychological processes and instinct, and it is learned behavior also because all behavior acquire through practice. It can be overt and covert. Today, psychology is scientific method of collecting data about individual and group to analyze and predict their behavior. മനസ്സിനെയും പെരുമാറ്റത്തെയും കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സൈക്കോളജി. സൈക്കോളജി എന്ന വാക്ക് ആത്മാവ് എന്ന അർത്ഥം വരുന്ന സൈക്കോ, ശാസ്ത്രം എന്ന അർത്ഥം വരുന്ന ലോഗോസ് എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. അതിനാൽ മനഃശാസ്ത്രത്തെ ആത്മാവിന്റെ ശാസ്ത്രമായി കാണാൻ കഴിയും. മനഃശാസ്ത്രം ശാസ്ത്രീയമായി കണക്കാക്കപ്പെടുന്നു കാരണം നിരീക്ഷിക്കാവുന്ന സംഭവങ്ങളും പെരുമാറ്റവും പഠിക്കുന്നതിനുള്ള ചിട്ടയായ സമീപനമാണ് അത് പിന്തുടരുന്നത്.
റിഫ്ലക്സുകൾ, ഫിസിയോളജിക്കൽ പ്രക്രിയകൾ, സഹജവാസനകൾ, പഠിച്ച പെരുമാറ്റങ്ങൾ എന്നിവയുൾപ്പെടെ മനുഷ്യ സ്വഭാവത്തിൻ്റെ വിവിധ വശങ്ങൾ മനസ്സിലാക്കാനും വിശദീകരിക്കാനും ഇത് ലക്ഷ്യമിടുന്നു. ആധുനിക കാലത്ത് മനഃശാസ്ത്രം വ്യക്തികളെയും ഗ്രൂപ്പുകളെയും കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതും അവരുടെ പെരുമാറ്റം വിശകലനം ചെയ്യുന്നതിനും പ്രവചിക്കുന്നതിനുമുള്ള ഒരു ശാസ്ത്രീയ രീതിയായി പരിണമിച്ചിരിക്കുന്നു. മനഃശാസ്ത്രജ്ഞർ വിജ്ഞാനം, വികാരങ്ങൾ, വ്യക്തിത്വം, വികസനം, സാമൂഹിക ഇടപെടലുകൾ, മാനസികാരോഗ്യം എന്നിവ ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ പഠിക്കുന്നു. മനുഷ്യന്റെ പെരുമാറ്റം നന്നായി മനസ്സിലാക്കാനും മാനസികക്ഷേമം മെച്ചപ്പെടുത്താനും മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടപെടലുകളും ചികിത്സകളും നൽകാനും അവർ അവരുടെ അറിവും ഗവേഷണ കണ്ടെത്തലുകളും ഉപയോഗിക്കുന്നു. Psychology, division of psychology, pure psychology and applied psychology. Pure psychology, biological, sensation and perception, learning and memory, cognition, developmental, motivation and emotion, personality, social and socio-cultural. Applied psychology, clinical psychology, counseling psychology, education psychology, industrial and organizational psychology, health psychology. Basic and applied psychology. Basic psychology, the study of psychological issues for the sake of knowledge rather than for its practical application. ഇത് അറിവും ധാരണയും നേടുന്നതിന് വേണ്ടി മനഃശാസ്ത്രപരമായ വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനത്തെ സൂചിപ്പിക്കുന്നു. ഈ മേഖലയിലെ ഗവേഷകർ പ്രാഥമികമായി അവരുടെ കണ്ടെത്തലുകൾ പ്രായോഗിക സാഹചര്യങ്ങളിൽ നേരിട്ട് പ്രയോഗിക്കുന്നതിന് പകരം സൈദ്ധാന്തിക ധാരണ വികസിപ്പിക്കുന്നതിലാണ് താൽപ്പര്യപ്പെടുന്നത്. Example, pure research. Applied research, the study of psychological issue that have direct practical significance, also the application of psychological findings. Example, practical uses of knowledge. നേരിട്ടുള്ള പ്രായോഗിക പ്രാധാന്യമുള്ള സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുടെ പഠനം ഇതിൽ ഉൾപ്പെടുന്നു. പ്രായോഗിക അപ്ലൈഡ് സൈക്കോളജി, പ്രായോഗിക മനഃശാസ്ത്രജ്ഞർ അടിസ്ഥാന മനഃശാസ്ത്രത്തിൽ നിന്ന് കണ്ടെത്തലുകളും സിദ്ധാന്തങ്ങളും യഥാർത്ഥ ലോക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും മനുഷ്യന്റെ പെരുമാറ്റവും ക്ഷേമവും മെച്ചപ്പെടുത്തുന്നതിനും ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, ക്ലിനിക്കൽ സൈക്കോളജി, കൗൺസിലിംഗ്, എഡ്യൂക്കേഷൻ സൈക്കോളജി. പ്രാക്ടിക്കൽ യൂസ് ഓഫ് നോളജ്. Applied psychology. Applied psychology involves the practical application of psychological principles and theories to real world problems and situations. It utilizes psychological knowledge and techniques to address specific issues and improve individuals' well-being and functioning. പ്രായോഗിക മനഃശാസ്ത്രം യഥാർത്ഥ ലോക പ്രശ്നങ്ങളിലേക്കും സാഹചര്യങ്ങളിലേക്കും മനഃശാസ്ത്ര തത്വങ്ങളുടെയും സിദ്ധാന്തങ്ങളുടെയും പ്രായോഗിക ഉപയോഗമാണ്. നിർദ്ദിഷ്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വ്യക്തികളുടെ ക്ഷേമവും പ്രവർത്തനവും മെച്ചപ്പെടുത്തുന്നതിനും മനഃശാസ്ത്രപരമായ അറിവും സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ലളിതമായി പറഞ്ഞാൽ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ അപ്ലൈഡ് സൈക്കോളജി എടുക്കുകയും പ്രായോഗികമായ രീതിയിൽ ആളുകളെ സഹായിക്കാൻ അത് പ്രയോഗിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, ആരെങ്കിലും ഉത്കണ്ഠയുമായി മല്ലിടുകയാണെങ്കിൽ അവരുടെ ഉത്കണ്ഠ നിയന്ത്രിക്കുന്നതിനും അവരുടെ ദൈനംദിന ജീവിതം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നതിന് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പോലുള്ള സാങ്കേതിക വിദ്യകൾ ഒരു അപ്ലൈഡ് സൈക്കോളജിസ്റ്റ് ഉപയോഗിച്ചേക്കാം. സ്കൂളുകൾ, ജോലിസ്ഥലങ്ങൾ, ആശുപത്രികൾ, കമ്മ്യൂണിറ്റികൾ എന്നിങ്ങനെ വിവിധ ക്രമീകരണങ്ങളിൽ അപ്ലൈഡ് സൈക്കോളജി ഉപയോഗിക്കാം. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, സ്ട്രെസ് മാനേജ്മെൻറ്റ്, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ടുകൾ, പഠനവും പ്രകടനവും മെച്ചപ്പെടുത്തൽ, സംഘടനാപരമായ വികസനം എന്നിവ ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങളിൽ ഇത് സഹായിക്കും. Applied psychology includes various specialized branches such as clinical psychology, counseling psychology, educational psychology, industrial organizational psychology, and health psychology. Clinical psychology focuses on assessment, diagnosis, and treatment of mental disorders and psychological distress. മാനസിക വൈകല്യങ്ങളുടെയും മാനസിക ക്ലേശങ്ങളുടെയും വിലയിരുത്തൽ, രോഗനിർണയം, ചികിത്സ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അപ്ലൈഡ് സൈക്കോളജിയുടെ ഒരു പ്രത്യേക ശാഖയാണ് ക്ലിനിക്കൽ സൈക്കോളജി. വ്യക്തികളെ അവരുടെ മാനസിക ക്ഷേമവും പ്രവർത്തനവും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന മനഃശാസ്ത്ര തത്വങ്ങളുടെയും സാങ്കേതികതയുടെയും പ്രയോഗം ഇതിൽ ഉൾപ്പെടുന്നു. ലളിതമായി പറഞ്ഞാൽ വൈകാരികമോ
വൈകാരികമോ മാനസികമോ ആയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികൾക്കൊപ്പം പ്രവർത്തിക്കുന്ന പരിശീലനം ലഭിച്ച പ്രൊഫഷണലുകളാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ. ഒരു രോഗനിർണയം നടത്തിക്കഴിഞ്ഞാൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ ഒരു വ്യക്തിയുടെ തനതായ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ചികിത്സാ പദ്ധതികൾ വികസിപ്പിക്കുന്നു. സൈക്കാട്രിസ്റ്റുമായി സഹകരിച്ച് സൈക്കോതെറാപ്പി, കൗൺസിലിംഗ്, പെരുമാറ്റ പരിഷ്കരണ വിദ്യകൾ, മരുന്നുകൾ കൈകാര്യം ചെയ്യൽ എന്നിവ ചികിത്സാ രീതികളിൽ ഉൾപ്പെടാം. മാനസിക ക്ലേശങ്ങൾ ലഘൂകരിക്കുക, മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക, മൊത്തത്തിലുള്ള ക്ഷേമം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ക്ലിനിക്കൽ സൈക്കോളജിയുടെ പ്രാഥമികമായ ലക്ഷ്യം. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഏത് പ്രായത്തിലുമുള്ള വ്യക്തികളുമായി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ പ്രവർത്തിക്കുന്നു. വ്യക്തികളുമായി നേരിട്ട് പ്രവർത്തിക്കുന്നതിന് പുറമെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ ഗവേഷണത്തിനും തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള സമ്പ്രദായങ്ങളുടെ വികസനത്തിനും സംഭാവന നൽകുന്നു. മൊത്തത്തിൽ മാനസികാരോഗ്യ വെല്ലുവിളികളെ ഗതി മനസ്സിലാക്കാനും അതിനെ മറികടക്കാനും വ്യക്തികളെ സഹായിക്കുന്ന ഒരു സുപ്രധാന മേഖലയാണ് ക്ലിനിക്കൽ സൈക്കോളജി. Counseling psychology aims to help individuals deal with personal and interpersonal problems, improve relationships, and enhance overall well-being. Education psychology explores the psychological process underlying learning and teaching and applies this knowledge to enhance educational practices. Industrial organizational psychology applies psychological principles to the workplace and organizational settings to improve productivity, employees' well-being, and organizational functioning. Health psychology examines the psychological factors that influence health, illness, and healthcare to promote better health outcome. വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും മൊത്തത്തിലുള്ള ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനും വ്യക്തികളെ സഹായിക്കുന്ന കൗൺസിലിംഗ് മനഃശാസ്ത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ബുദ്ധിമുട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കാനും വികാരങ്ങൾ നിയന്ത്രിക്കാനും വ്യക്തികളെ സഹായിക്കുന്നതിന് കൗൺസിലർമാർ പിന്തുണയും മാർഗനിർദ്ദേശവും തെറാപ്പിയും നൽകുന്നു. വിദ്യാഭ്യാസ മനഃശാസ്ത്രം പഠനത്തിനും അധ്യാപനത്തിനും അടിസ്ഥാനമായ മനഃശാസ്ത്ര പ്രക്രിയകളെ പര്യവേക്ഷണം ചെയ്യുന്നു. ഫലപ്രദമായ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ആളുകൾ എങ്ങനെ പഠിക്കുന്നുവെന്നും വികസിപ്പിക്കുന്നുവെന്നും മനസ്സിലാക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. പഠനഫലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് അധ്യാപന രീതികൾ, പാഠ്യപദ്ധതി രൂപകൽപ്പന, വിദ്യാർത്ഥികളുടെ വിലയിരുത്തൽ എന്നിവ മെച്ചപ്പെടുത്തുന്നതിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞർ അവരുടെ അറിവ് ഉപയോഗിക്കുന്നു. വ്യാവസായിക ഓർഗനൈസേഷണൽ സൈക്കോളജി ജോലിസ്ഥലത്തും സംഘടനാ ക്രമീകരണങ്ങളിലും മനഃശാസ്ത്ര തത്വങ്ങൾ പ്രയോഗിക്കുന്നു. ഉൽപാദനക്ഷമത, ജീവനക്കാരുടെ ക്ഷേമം, സംഘടനാ പ്രവർത്തനം എന്നിവ മെച്ചപ്പെടുത്തുന്നതിൽ ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വ്യക്തികളുടെ തെരഞ്ഞെടുപ്പ്, പ്രകടന വിലയിരുത്തൽ, നേതൃത്വ വികസനം, സംഘടനാ സംസ്കാരം തുടങ്ങിയ മേഖലകളിൽ വ്യാവസായിക ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റുകൾ ഉൾപ്പെട്ടേക്കാം. ആരോഗ്യം, രോഗം, ആരോഗ്യ സംരക്ഷണം എന്നിവയെ സ്വാധീനിക്കുന്ന മാനസിക ഘടകങ്ങളെ ഹെൽത്ത് സൈക്കോളജി പരിശോധിക്കുന്നു. ചിന്തകൾ, വികാരങ്ങൾ, പെരുമാറ്റങ്ങൾ, സാമൂഹിക ഘടകങ്ങൾ എന്നിവ ശാരീരികവും മാനസികവുമായ ക്ഷേമത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് ഇത് അന്വേഷിക്കുന്നു. ആരോഗ്യപരമായ പെരുമാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിട്ടുമാറാത്ത അവസ്ഥകൾ കൈകാര്യം ചെയ്യുന്നതിനും ആരോഗ്യ സംരക്ഷണ വിതരണം മെച്ചപ്പെടുത്തുന്നതിനും ഉള്ള ഇടപെടലുകളും തന്ത്രങ്ങളും വികസിപ്പിച്ചുകൊണ്ട് ആരോഗ്യ മനഃശാസ്ത്രജ്ഞർ മികച്ച ആരോഗ്യ ഫലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രവർത്തിക്കുന്നു. Definitions. Eric Pettifor defines psychology as an art which presents itself as science. അദ്ദേഹം മനഃശാസ്ത്രത്തെ നിർവചിക്കുന്നത് മനഃശാസ്ത്രം ചിലപ്പോൾ ഒരു ശാസ്ത്രീയമായി സ്വയം അവതരിപ്പിക്കുകയും അതിൻ്റെ കലാപരമായ ഘടകങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഈ വീക്ഷണം മനഃശാസ്ത്രത്തിൻ്റെ സങ്കീർണമായ സ്വഭാവത്തെ എടുത്തു കാണിക്കുന്നു. ഇവിടെ പെരുമാറ്റം പഠിക്കാൻ ശാസ്ത്രീയ രീതികൾ ഉപയോഗിക്കുന്നു, എന്നാൽ വ്യാഖ്യാനത്തിനും ധാരണയ്ക്കും സൃഷ്ടിപരമായ ഉൾക്കാഴ്ച ആവശ്യമാണ്. H.D. Ham defines psychology as a scientific study of the behavior of human and animals. മനുഷ്യരിലും മൃഗങ്ങളിലുമുള്ള പെരുമാറ്റത്തെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രീയ പഠനമാണ്. Tom Bowling defines psychology as a science of description and application used for the interpretation, prediction, development, and improvement of human behavior, and that psychology was originally a branch of philosophy.
മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള അറിവ് വിവരിക്കുന്നതിലും പ്രയോഗിക്കുന്നതിലും ബന്ധപ്പെട്ട ഒരു ശാസ്ത്രമായാണ് ബോളിംഗ് മനഃശാസ്ത്രത്തെ നിർവചിക്കുന്നത്. മനഃശാസ്ത്രം യഥാർത്ഥത്തിൽ തത്വചിന്തയിൽ നിന്നാണ് പരിണമിച്ചതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അതിൻ്റെ ചരിത്രപരമായ വേരുകൾ ഊന്നിപ്പറയുകയും ഒരു ശാസ്ത്രീയ അച്ചടക്കമായി മാറുകയും ചെയ്യുന്നു. വ്യാഖ്യാനിക്കുക, പ്രവചിക്കുക, വികസിപ്പിക്കുക, പെരുമാറ്റം മെച്ചപ്പെടുത്തുക തുടങ്ങിയ പ്രായോഗിക പ്രയോഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു.